ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നാരായണ നാരായണ. നദീമധ്യത്തിലെ ദ്വീപിൽ നിന്നുകൊണ്ട് മഹാദേവനെ കഠിന തപസ് ചെയ്യുന്ന ഈ മനുഷ്യൻ ആരായിരിക്കും? ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ. ഞാൻ നാരായണ നാമം ജപിക്കുന്നു. ഈ വ്യക്തി ഓം നമഃ ശിവായ ഉരുവിടുന്നു. വാക്കുകൾ വേറെ തന്നെ, പക്ഷേ പ്രഭവസ്ഥാനം രണ്ടിന്റെയും ഒന്ന് തന്നെയാണല്ലോ. പിന്നെ നാരദ, ലോകം നിന്നെ ജ്ഞാനിയായി കാണുന്നു, പക്ഷെ നീയൊരു വിഡ്ഢി തന്നെ. ജ്ഞാനികൾ സദാ സമദർശികളല്ലേ? നടക്കാം നാരദ, ഓം നമഃ ശിവായ ജപിക്കൂ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇത് രാജാ മാന്ധാതാവല്ലേ? ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണല്ലോ പ്രാർത്ഥന. വിശ്വനാഥന്റെ അത്ഭുത ലീലകൾ അപാരം തന്നെ. ലോകത്തിലെ അധികം മനുഷ്യരും പ്രഭുവിന്റെ കൃപയെ തന്നെ മറന്ന് ലൗകിക സുഖലബ്ധിക്കായി മാത്രം പ്രവർത്തിക്കുന്നു. എങ്കിലും മാന്ധാതാവിനെ പോലെ ചില മനുഷ്യരുമുണ്ട്, സകല ഭൗതിക സുഖങ്ങളും ത്യജിച്ച് കേവലം ഈശ്വര സാക്ഷാത്കാരം മാത്രം ജീവിതധർമ്മമായി കരുതുന്നവർ. അങ്ങ് ധന്യനാണ് മാന്ധാതാവേ, ധന്യനാണ്. താങ്കൾ കേവലം ജീവിത സത്യം മാത്രം അന്വേഷിച്ചു, അത് കണ്ടെത്തുകയും ചെയ്തു. അങ്ങ് ധന്യനാണ്. നമഃ ശിവായ. ഓം നമഃ ശിവായ. രാജൻ, നമഃ ശിവായ. രാജൻ, ഓം നമഃ ശിവായ. താങ്കൾ ഈ അന്തരീക്ഷം തന്നെ ശിവമയമാക്കി തീർത്തു. അങ്ങയുടെ അണുവും ശിവമയമായി. അതുകൊണ്ടായിരിക്കാം എന്റെ സ്വരം അങ്ങ് കേൾക്കാനാകാത്തത്. രാജൻ, രാജൻ, അണു മാത്രമല്ല, തനുവും മനവും ചേതനയും ശിവമയമായിരിക്കുന്നു. ശിവസ്മൃതിയിൽ മുഴുകി. അനുമോദനം മഹാറാണി. രാജകുമാരന് സ്വാഗതം. മഹാറാണി ആശംസകൾ. സ്വാഗതം. രാജകുമാരന് സ്വാഗതം മഹാറാണി. ആശംസകൾ മഹാറാണി. അനുമോദനങ്ങൾ. ആശംസകൾ. രാജകുമാരന് ദീർഘായുസ് നേരുന്നു. രാജകുമാരാ, പൊന്നുമോനെ. ഞാനിന്ന് വളരെ സന്തോഷവാനാണ് മന്ത്രി. എന്റെ സന്തോഷത്തിന് സീമകളില്ല. വിധാതാവിന്റെ കൃപ മൂലം എനിക്കൊരു അനന്തരാവകാശം ലഭിച്ചു. എനിക്കൊരു പുത്രരത്നം ഭൂജാതനായിരിക്കുന്നു. നമ്മുടെ രാജ്യം മുഴുവനും ആ പുത്രോത്സവം കൊണ്ടാടുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ മിത്രരാജാക്കന്മാർക്കെല്ലാം ആളയക്കുക. അവരും ഈ ഉത്സവത്തിൽ പങ്കെടുക്കട്ടെ. അവരുടെ സാന്നിധ്യം എന്റെ ഈ സന്തോഷത്തെ 10 മടങ്ങ് കണ്ട് വർദ്ധിപ്പിക്കട്ടെ. കൽപ്പന പോലും മഹാരാജൻ. അനുമോദനങ്ങൾ ഹിമാലയ രാജാവേ. ഇരുന്നാലും സുമേരു രാജൻ, അങ്ങേക്ക് സ്വാഗതം. ഞാനിതാ വന്നു. അങ്ങേക്ക് സ്വാഗതം ദേവരാജൻ. മഹാരാജൻ, പുത്രലബ്ധിയിൽ അനുമോദനങ്ങൾ. അനുമോദനങ്ങൾ ഹിമാലയ രാജൻ. വന്നാലും അനുമോദിക്കാൻ വന്നതല്ലേ? അങ്ങയുടെ ശ്രീമുഖത്ത് സന്തോഷമേ ഇല്ലല്ലോ.
ഹൃദയത്തിൽ വിഷാദമുള്ളപ്പോൾ മുഖത്തെങ്ങനെ സന്തോഷമുണ്ടാകും? അതെനിക്കും അറിയാം. പക്ഷേ താരകാസുരനെയുള്ള ഭയം പ്രകടിപ്പിക്കരുത്. സന്ദർഭം കണക്കിലെടുക്കണ്ടേ? ഞാൻ മേനറാണിയെ സന്ദർശിച്ചു വരാം. അഭിനന്ദനങ്ങൾ മഹാരാജൻ. വായുദേവനും അഗ്നിദേവനും എന്റെ സ്വാഗതം. വന്നാലും നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. ഹിമാലയ രാജൻ, പുത്രപ്രാപ്തിയുടെ ഈ ശുഭവും സൗഭാഗ്യപൂർണവുമായ അവസരത്തിൽ അഭിനന്ദനങ്ങൾ. ദേവർഷി നാരദ, അഭിനന്ദനമല്ല, അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. നാരായണ നാരായണ. നാരദന്റെ അനുഗ്രഹം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? രാജൻ ഇപ്പോഴങ്ങ് അഭിനന്ദനങ്ങൾ കൊണ്ട് സംതൃപ്തനാകണം. വിന്ധ്യാചല മഹാരാജൻ വന്നല്ലോ. അഭിനന്ദനങ്ങൾ ഹിമാലയരാജൻ, അഭിനന്ദനങ്ങൾ. അങ്ങേക്ക് സ്വാഗതം വിന്ധ്യാചല മഹാരാജൻ. ഇരുന്നാലും ഓഹോ, അവിടേതാ എന്റെ മിത്രം സുമേരപർവ്വം ഇരുന്നരുളുന്നു. വളരെ കാലത്തിന് ശേഷം കാണുകയല്ലേ? ആദ്യം അദ്ദേഹത്തെ സന്ദർശിക്കട്ടെ. തീർച്ചയായും തീർച്ചയായും. അങ്ങെന്തോ ചിന്തയിലാണല്ലോ ദേവർഷേ. അങ്ങയ്ക്ക് പുത്രപ്രാപ്തി കൈവന്നു കഴിഞ്ഞു. പുത്രിയുടെ കാര്യം? ദേവർഷേ, പുത്രൻ ജനിച്ച ഈ അവസരത്തിൽ പുത്രിയുടെ ജനനത്തിന് എന്ത് പ്രസക്തി? നാരായണ നാരായണ. ദേവരാജൻ അങ്ങയ്ക്ക് പിന്നെയും തെറ്റുപറ്റിയിരിക്കുന്നു. തെറ്റ്? എന്ത് തെറ്റ്? ദേവരാജൻ, താങ്കളും ദേവഗണങ്ങളും ശക്തിയെ ആരാധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ദേവന്മാർ അത് മറന്നിരിക്കുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ദേവി ശക്തി നിങ്ങളെയും മറക്കും. അങ്ങനെ പറയല്ലേ ദേവർഷേ, പറയരുത്. ഈ ഹർഷോല്ലാസ വേളയിൽ ഞങ്ങൾ ഇതുകൂടി ഓർത്തില്ല. പുത്രിയുടെ വിഷയം എന്തിനു സൂചിപ്പിച്ചെന്ന്? പുത്രി അല്ല ദേവരാജ, ശക്തിയാണ് ശക്തി. തന്റെ ഇച്ഛാനുസരണം ശക്തി ദേവി ജന്മമെടുക്കാൻ സമയമായി. ദേവർഷി നാരദ, ഈ പുത്രന്റെ ജന്മവും ശക്തിയുടെ ഇച്ഛാനുസരണം തന്നെ അത്രേ. എനിക്ക് തോന്നുന്നത് ജ്യേഷ്ഠ സഹോദരന്റെ വരവിന് ശേഷം ഇനി ദേവിയും അവതരിക്കും. ഞാനാണ് വലിയവൻ. ഞാനാണ് വലിയവൻ. ഞാനാണ് വലിയവൻ. അല്ല, ഞാനാണ് വലിയവൻ. ഞാനാണ് വലിയവൻ. ഞാനാണ് വലിയവൻ. ഞാനാണ് വലിയവൻ. ഞാനാണ് വലിയവൻ. വിന്ധ്യാചല മഹാരാജൻ സുമേരുവിനെ കാണാൻ പോയതാ. പക്ഷെ ഇപ്പോഴെന്താണുണ്ടായത്? ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിച്ചില്ലെങ്കിൽ എന്തുണ്ടാകാനാ? നീ സമ്മതിച്ചില്ലെങ്കിൽ എന്തുണ്ടാകാനാ? നാരായണ നാരായണ. വിവാദം, അതും നാരദന്റെ അസാന്നിധ്യത്തിൽ. അതിലെന്തർത്ഥം, എന്താനന്ദം? നിൽക്കൂ, ഇതാ നാരദനെത്തി. എന്റെ മാന്യത സർവോപരിയാണ്. ഞാനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പർവ്വതം. എനിക്കാണ് പർവ്വത സമ്രാട്ട്, പർവ്വത രാജൻ എന്നീ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ അവകാശം. താങ്കളുടെ ആഗ്രഹം വിശാല സമുദ്രം പോലെ അതിർത്തികൾ ഒന്നും ഇല്ലാത്തത് തന്നെ. നാരായണ നാരായണ. എന്നാലും ഒന്ന് പറയാമോ, താങ്കൾക്ക് ഈ പർവ്വത സമ്രാട്ട് സ്ഥാനം എങ്ങനെ ലഭിക്കും? കാരണം ഞാനാണ് പർവ്വതങ്ങളിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയവൻ. അതെയോ? ഈ അസത്യം താങ്കളോട് ആര് പറഞ്ഞു? ഇതിലെന്താണ് അസത്യം? സത്യവും എവിടെ? നാരായണ നാരായണ. സത്യമായത് ഇത്ര മാത്രമാണ്. ഹിമാലയ രാജനാണ് ശ്രേഷ്ഠനും ഏറ്റവും ഉയർന്നവനുമായ പർവ്വതം. അദ്ദേഹമാണ് പർവ്വതരാജൻ. അല്ല, അത് ശരിയല്ല. കോപിച്ചാൽ ആകാരം ചെറുതാകും സുമേരു. നീ പിന്നെ ബാലപർവ്വതമായി മാറും. ദേവർഷേ, അങ്ങയുടെ വാക്കുകൾ നിയന്ത്രിച്ചു കൊള്ളുക. അതിനു മുൻപായി നീ നിന്റെ ഈ ക്രോധം നിയന്ത്രിച്ചേ പറ്റൂ. അതിവന്റെ കാര്യത്തിൽ സംഭവമല്ല ദേവർഷേ. വിന്ധ്യാചലൻ, തന്നെക്കാൾ വലിയവരെ ബഹുമാനിക്കാതിരിക്കുന്നത് നിനക്കൊരിക്കലും നല്ലതിനല്ല വിന്ധ്യാചലൻ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. സ്വയം പർവ്വതരാജൻ നടിച്ച് ഹിമാലയ രാജനെ ബഹുമാനിക്കാതിരിക്കുന്നത് താങ്കൾക്കും ഭൂഷണമല്ല.